ആലപ്പുഴ പട്ടണം വികസിക്കണം, പക്ഷേ കുറച്ച് കൂടുതലായിട്ട് വികസനം പറഞ്ഞിട്ട് നമ്മുടെ പുന്നമട ഏരിയയാണ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്നത്. അവിടെ ഏറ്റവും വലിയ വിനോദസഞ്ചാര മേഖലയാക്കണം. അതുപോലെ തന്നെ ആലപ്പുഴയുടെ മുഖച്ച ബസ് സ്റ്റാൻഡാണ്. ബസ് സ്റ്റാൻഡിൻ്റെ വികസനവും ബോട്ട് ജെട്ടിയുടെ വികസനവുമാണ് പ്രധാനമായിട്ടും അതിനാണ് മുൻതൂക്കം കൊടുക്കേണ്ടത്. എല്ലാം ചെയ്യുന്നുണ്ട്, സർക്കാർ എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ആവശ്യമുള്ള കാര്യം എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ പബ്ലിക്കിന് ഏതാവശ്യം, പ്രത്യേകിച്ച് ഏതാവശ്യം അത് കറക്റ്റായിട്ട് ചെയ്യുന്നില്ല. അത് നോക്കണം. ഓരോരോ ആൾക്കാരുള്ളതില്ല. ഒരു മെമ്പർ ഉണ്ടെങ്കിലും അവിടുത്തെ അവരുടെ കാര്യം നോക്കണം. ചുമ്മാ ഞങ്ങൾ വോട്ടിട്ട് ഒരാൾ തിരഞ്ഞെടുത്ത് അവരുടെ ഇഷ്ടത്തിന് ചെയ്തിട്ട് കാര്യമില്ല. പബ്ലിക്കിൻ്റെ ആവശ്യം എന്തെന്ന് അറിയണ്ടേ? ചുമ്മാ നിങ്ങൾ ഒരു മാസത്തിൽ ഒരിക്കലോ, ആഴ്ചയിൽ വേണ്ട, ദിവസം വേണ്ട, ആഴ്ചയിൽ വേണ്ട, മാസത്തിൽ ഒരിക്കൽ ചുമ്മാ ജസ്റ്റ് പബ്ലിക് നോക്കി വീട്ടിൽ എന്താ പ്രശ്നം, ചേട്ടാ എന്താ പ്രശ്നം, ചേച്ചി എന്താ പ്രശ്നം, അത് ചോദിക്കണം. വീട്ടിലിപ്പോൾ കഴിഞ്ഞ മാസമൊക്കെ എൻ്റെ വീട്ടിലൊക്കെ വെള്ളമില്ല, ഒരാഴ്ചയിൽ വെള്ളമില്ല. അത് സോൾവ് ചെയ്തു, പക്ഷെ താമസിച്ചു. എന്തിനാ അത്ര താമസം? വോട്ട് മാത്രം ഞങ്ങൾ ഫാസ്റ്റായിട്ട് ഒരു ദിവസം ഞങ്ങൾ വോട്ടിടാൻ ഞങ്ങൾ ഒരാഴ്ച തരുന്നില്ലല്ലോ. ഒരു ദിവസമല്ലേ തരുന്നത്, രാവിലെ തൊട്ട് വൈകിട്ട് വരെ തരുന്നത്. ഞങ്ങൾ ആ സമയത്ത് വോട്ടിടണം. പിന്നെ നാളെ ഞാൻ വോട്ടിടാൻ എടുക്കുമോ? ഇല്ലല്ലോ. ഞങ്ങൾ മാത്രം ഒരു ദിവസം ചെയ്യണം. അത് നിങ്ങൾക്ക് എടുക്കാൻ ഒരു മാസം ഒരാഴ്ച ആവും. എന്തിന്? കാർത്തിക സന്ധ്യയിൽ കവിതകൾ പാടി വന്ന വെള്ളാരം കുന്നിലെ കതിര് കാണാക്കിളി ഇന്നെൻ്റെ മനസ്സിൻ്റെ തളിർമുറ്റത്തെത്തി ഇൻതോളരാഗത്തിൽ പാടി ഇൻതോളരാഗത്തിൽ പാടി. ഞങ്ങൾ ജീവിക്കുന്നത് ഈ ലോട്ടറി കച്ചവടമാണ്. കോരന് കുമ്പിളിൽ കഞ്ഞി എന്ന് പറഞ്ഞ പോലെ ഈ ടിക്കറ്റ് വിൽക്കുമ്പോൾ കിട്ടുന്ന 6 രൂപ കമ്മീഷനിലാണ്. ഇതിൻ്റെ പ്രൈസ് വർദ്ധിപ്പിക്കണമെന്ന് ഞങ്ങൾ വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. ഏത് സർക്കാർ വന്നാലും ഇത് സർക്കാർ പിടിച്ചു നിർത്തുന്ന മദ്യവും ലോട്ടറിയിലുമാണ്. അപ്പോൾ ഇതിന് കുറച്ചുകൂടെ പ്രൈസ് ഘടന കൂട്ടണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്.